സെന്റ് തോമസ് അപ്പോസ്തലന്റെ പാരമ്പര്യത്തിൽ വേരൂന്നിയ ഒരു സമ്പന്ന ചരിത്രമുള്ള കേരളത്തിലെ പുരാതന പള്ളികളിലൊന്നാണ് മാർസ്ലീവ ഫെറോന പള്ളി. ഈ ദേവാലയം സീറോ മലബാർ സഭയുടെ പാലാരൂപതയുടെ കീഴിലാണുള്ളത്. മീനച്ചിൽ നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം ഉണ്ണീശോയുടെ പള്ളി എന്നും കുടത്തേലുണ്ണിയുടെ പള്ളി എന്നും അറിയപ്പെടുന്നു. ഉണ്ണീശോയുടെ അനുഗ്രഹം തേടുന്ന തീർത്ഥാടകരുടെ ലക്ഷ്യസ്ഥാനമാണ് ചേർപ്പുങ്കൽ. ഉദ്ദിഷ്ട കാര്യത്തിന് നന്ദി സൂചകമായി ഉണ്ണീശോയ്ക്ക് സ്വർണമാലയും സ്വർണമോതിരവും സ്വർണവളയും ഒക്കെ നേർച്ചയായി നൽകുന്നു. ഉണ്ണീശോയുടെ തിരുസ്വരൂപത്തിന് മുൻപിലുള്ള കുരിശുവിളക്കിൽ എണ്ണയൊഴിക്കുന്നതും ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ്. 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ ദിവ്യബലിയിലും നൊവേനയിലും പങ്കെടുത്ത് കുരിശുവിളക്കിൽ എണ്ണയൊഴിച്ചാൽ ആഗ്രഹിച്ച കാര്യം സാധിക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. AD 52 സെന്റ് തോമസ് അപ്പോസ്തലൻ കൊടുങ്ങല്ലൂർ തുറമുഖത്തെത്തി. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം നദീതീരത്തിലൂടെ യാത്ര ചെയ്യുകയും 3 പീടികയിൽ കടത്തുവള്ളത്തിൽ വന്നിറങ്ങി സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. സുവിശേഷം കേട്ടു നിന്നിരുന്ന ചില കുടുംബങ്ങൾ അപ്പോസ്തലനാൽ സ്നാനമേൽക്കുകയും ചെയ്തു. അപ്പോസ്തലൻ തന്റെ ചെരുപ്പ് കൊണ്ട് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഒരു കുരിശ് സ്ഥാപിച്ചു. അങ്ങനെ ആ സ്ഥലം ചെരുപ്പുങ്കൽ എന്നറിയപ്പെട്ടു. പിന്നീട് കാലക്രമേണ ചെരുപ്പുങ്കൽ എന്നത് ചേർപ്പുങ്കൽ എന്നായി. ആളുകൾ ഈ കുരിശിലെത്തി പ്രാർത്ഥിക്കുകയും നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇത് ജനങ്ങൾക്കുള്ള ആദ്യ പള്ളിയായി മാറി. പിന്നീട് പൂഞ്ഞാർ രാജാവിന്റെ കൽപ്പന പ്രകാരം മീനച്ചിൽ നദിയുടെ വടക്കേക്കരയിലുള്ള പള്ളി തെക്കേക്കരയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അതിനായുള്ള സ്ഥലം കല്ലമ്പള്ളി നമ്പൂതിരി സംഭാവനയായി നൽകുകയും ചെയ്തു. ചേർപ്പുങ്കലിലെ ഇപ്പോഴത്തെ പള്ളിയുടെ നിർമ്മാണം 1912 പൂർത്തിയായി. ഈ ദേവാലയം ഗ്രാനൈറ്റ് കല്ലും കുമ്മായവും ഉപയോഗിച്ച് ഗോത്തിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന ദേവാലയത്തിന്റെ ഇടതുഭാഗത്തായി 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ചെറിയ പള്ളി സ്ഥിതി ചെയ്യുന്നു. ചേർപ്പുങ്കലിലെ പ്രധാന ദേവാലയമായിരുന്ന ചെറിയ പള്ളി ഇന്ന് കുമ്പസാരപ്പള്ളി എന്നറിയപ്പെടുന്നു. ചേർപ്പുങ്കൽ പള്ളിയിലെ പ്രധാന തിരുനാളുകളിൽ ഒന്നാണ് പള്ളിയുടെ ശിലാസ്ഥാപന തിരുനാൾ. പള്ളിയുടെ ശിലാസ്ഥാപനത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ 14 തിരുനാൾ നടത്തപ്പെടുന്നു. പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ഡിസംബർ 25 മുതൽ ജനുവരി 1 വരെ നടക്കുന്ന യേശുവിന്റെ നാമകരണ തിരുനാളാണ്. ഡിസംബർ 25 പതാക ഉയർത്തലിനെ തുടർന്ന് ആഘോഷങ്ങൾ ആരംഭിക്കുന്നു. തുടർന്നുള്ള 8 ദിവസങ്ങളിൽ ഭക്തി നിർഭരമായ ശുശ്രൂഷകൾ, ഇടവകയുടെ 4 കോണുകളിൽ നിന്നുമുള്ള ഘോഷയാത്ര, കരിമരുന്ന് പ്രയോഗം കൂടാതെ നിരവധി കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും.